അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്ത് തരട്ടെ. കടമുണ്ട് ഉസ്താദെ, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കടം മറ്റു പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു തീർത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം എല്ലാവരും പ്രത്യേകമായിട്ട് നമ്മുടെ ദുആകളിലൊക്കെ ഉണ്ടാകും, മജ്ലിസുകളിലും മറ്റുമൊക്കെ ദുആകളിൽ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ജീവിതത്തിൽ ഖൈറും ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്, ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ പ്രായമായ മകളുണ്ട്, അല്ലെങ്കിൽ പ്രായമായ സഹോദരിയുണ്ട്, വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ വിസ ശരിയാകുന്നില്ല, അത് ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് തടഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ജോലി എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല, വല്ലാത്ത പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ പല ആളുകൾ പരാതി പറയാറുണ്ട്. ചില ആളുകൾ മെസ്സേജായിട്ടും അല്ലെങ്കിൽ വിളിച്ചിട്ടും അല്ലെങ്കിൽ കാണുമ്പോഴായിട്ടൊക്കെ ഇങ്ങനെ നമ്മോട് ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട്. എന്താണ് അതിനുള്ള ഒരു പരിഹാരം? പരിശുദ്ധമായ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. ഒരുപാട് ദിക്റുകളെ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മഹത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത് ചെയ്താൽ നമുക്ക് ഇന്നത് നേടാൻ കഴിയും. അത് ആ ഒരു ഒറ്റ അമലിൻ്റെ വലിയൊരു മഹത്വം കൊണ്ട് നമ്മുടെ ആ കാര്യം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള പ്രയാസം എങ്ങനെയാണ് നമുക്ക് തീർക്കാൻ കഴിയുന്നത്? ഈ ഒരു അമൽ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്നത് നമസ്കാരത്തിലൂടെയാണ്. ഒരു മനുഷ്യൻ നമസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് അള്ളാഹും അവരും തമ്മിൽ വലിയൊരു മുനാജാത്ത് നടത്തുകയാണ്. ഇന്ന് ചില ആളുകൾ നിസ്കാരം ഉണ്ടാവില്ല, നിസ്കാരം വേണ്ട പോലെ ചെയ്യില്ല, പക്ഷേ അവർക്ക് ഓരോ കാര്യം നടക്കേണ്ടി വരും. ഇങ്ങനെ ചില ആളുകളുണ്ടാവും. എന്നിട്ട് ഉസ്താമാരത്തൊക്കെ മണ്ടി അവിടേക്ക് പോയി കാണുന്ന ആളുകളടുത്തൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ അലയും. എന്താണ് അതിൻ്റെ ആവശ്യം? പരിശുദ്ധമായ നമസ്കാരം പോലും കൃത്യമായിട്ട് ചെയ്യാതെ പിന്നീട് അവരുടെ കാര്യം എങ്ങനെയാണ് അല്ലാഹു തആല ഏറ്റെടുക്കുക? പടച്ച റബ്ബിന് കൊടുക്കേണ്ട ചില കാര്യങ്ങളില്ലേ, അത് മുറ പോലെ നമ്മൾ കൊടുക്കുമ്പോഴാണ് പടച്ചോന് ഇങ്ങോട്ടും തരാൻ ഒരു മനസ്സുണ്ടാവുക. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഹലാല മുറാദുകളൊക്കെ അല്ലാഹു ഹാസിനാക്കി തരട്ടെ. ഇന്ന് നമ്മൾ ഈ പറയുന്ന അമൽ നമ്മൾ ചെയ്യേണ്ടത് ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു പരിശുദ്ധ വചനം 7 തവണ നമ്മൾ ചൊല്ലുക. അത് ചെല്ലുന്ന സമയത്ത് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് മഖ്റജ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെല്ലാൻ. ആത്മാർത്ഥമായി ഇരുന്ന് ചൊല്ലുക. അതിൻ്റെ ശേഷം ഏതെങ്കിലും സ്വലാത്ത്, ഏറ്റവും നല്ലത് നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചെല്ലുന്നതാണ്. സ്വലാത്തുൽ നാരിയ നമ്മൾ ആ സമയത്ത് ചെല്ലേണ്ടതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇനി അതറിയില്ലെങ്കിൽ ഏത് സ്വലാത്താണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ആ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുക. അതും 7 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതിൻ്റെ ശേഷം ലി ഈലാഫി ഖുറൈഷ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമായ സൂറത്ത് 7 തവണ നമ്മൾ പാരായണം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഖ്റജ്, അക്ഷരശുദ്ധി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ആത്മാർത്ഥമായിരുന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മുടെ ആ കാര്യം നമ്മൾ മുൻനിർത്തി, ഈ ഒരു അമലിനെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്താൽ പടച്ച തമ്പുരാൻ നമ്മുടെ ആ ഒരു കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും. ഇത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അമല് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു നമ്മുടെ എല്ലാവിധ പ്രയാസം തീർത്ത് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.